സ്വാമിയേ ശരണമയ്യപ്പ. മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടനത്തിന്റെ തുടക്കം കുറിക്കുന്നത് എരുമേലിയിലുള്ള പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ്. നമസ്കാരം, ഞാൻ സുരേന്ദ്രമോഹൻ. PSM വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കന്നി അയ്യപ്പന്മാർ അഥവാ ആദ്യമായി മല ചവിട്ടുന്നവർ എരുമേലിയിൽ പേട്ടതുള്ളലോടുകൂടിയാണ് തീർത്ഥാടനത്തിന്റെ ഉചിതമായ തുടക്കം കുറിക്കുന്നത്. തലയിൽ കിരീടമണിഞ്ഞ് മേലാസകലം നിറം പൂശി കയ്യിൽ ശരവും ആയുധങ്ങളുമായി താളവാദ്യമേളങ്ങളോടെ കന്നി അയ്യപ്പന്മാർ ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് തുള്ളൽ ആരംഭിക്കുന്നത്. ഘോരയുദ്ധത്തിൽ മഹിഷാസുരനെ അയ്യപ്പൻ നിഗ്രഹിച്ച ശേഷം ആനന്ദ നൃത്തമാടിയതിന്റെ ഓർമ്മ പുതുക്കലാണ് പേട്ടതുള്ളൽ. ഇവിടെയുള്ള തലപ്പാറമലയിൽ യുദ്ധശേഷം അയ്യപ്പൻ വിശ്രമിച്ചതായി കരുതപ്പെടുന്നു. തിന്മയുടെ മേൽ നന്മയുടെ ആദ്യ വിജയം അയ്യപ്പസ്വാമി ആഘോഷിച്ചത് ഇങ്ങനെയാണ്. വൃശ്ചികം 1 നട തുറക്കുന്നതിന്റെ തലേ ദിവസം തന്നെ അനിയന്ത്രിതമായ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും അയ്യപ്പനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സ് നിറയെ ദർശനം നൽകിയ ശേഷം മാത്രമേ അയ്യപ്പൻ പറഞ്ഞയക്കാറുള്ളൂ. സന്താന ഭാഗ്യമില്ലാതിരുന്ന പന്തളം രാജാവ് പതിവ് വേട്ടക്കിടയിൽ പമ്പാ നദീ തീരത്ത് കാനനപാതയിൽ ഒരു അനാഥ ബാലനെ കണ്ടെത്തുകയും കഴുത്തിൽ സ്വർണമാലയുണ്ടായിരുന്നത് കൊണ്ട് മണികണ്ഠൻ എന്ന പേരിട്ട് അവനെ സ്വന്തം മകനായി സ്വീകരിക്കുകയും ചെയ്തു. പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നിറങ്ങി വാവൂരുപള്ളി വലം വെച്ച ശേഷം പേട്ടതുള്ളൽ അവസാനിക്കുന്നത് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. തോരണങ്ങളും നിറച്ചാർത്തും ഇവിടെ ഉപേക്ഷിച്ച് ദേഹശുദ്ധി വരുത്താനുള്ള സൗകര്യം ക്ഷേത്രത്തിലുണ്ട്. ശരം ഇവിടെ ഉപേക്ഷിക്കാറില്ല. പകരം സന്നിധാനത്തേക്കുള്ള യാത്രക്കിടയിൽ ശരം കുത്തിയാലിൽ തറച്ചു വെക്കാറാണ് പതിവ്. പമ്പാ നദിയിൽ മുങ്ങിക്കുളിച്ച് ഗണപതിക്ക് തേങ്ങയുടച്ച് മല ചവിട്ടാനുള്ള അനുവാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതമായി ദർശനം നൽകി മലയിറക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സ്വാമിയും വേവലാതിപ്പെടാറില്ല. കാനനപാതയിലൂടെ ഇരുമുടിക്കെട്ടുമായി കറുത്ത വസ്ത്രവും ഉടുത്ത് കയറ്റവും ഇറക്കവും വളവും തിരിവും കല്ലും മുള്ളും വകവയ്ക്കാതെ നഗ്നപാതനായി കാനനവാസനെ കാണാനുള്ള ഓരോ അയ്യപ്പസ്വാമിയുടെ യാത്ര ഭക്തി നിർഭരവും ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള തൻ്റെ മനസ്സിൽ കുടിയിരിക്കുന്ന ദൈവികതയെ കണ്ടെത്താനുള്ള യാത്രയാണ്. മണ്ഡലകാലത്ത് 41 വ്രതദിനങ്ങൾ ഒരു വ്യക്തിക്ക് ആത്മശുദ്ധി വരുത്തി പുതിയ ജീവിതം തുടങ്ങാനുള്ള ഇടവേളയാണ്. ഇരുമുടിക്കെട്ടിലെ പ്രധാന വഴിപാടായ നെയ്ത്തേങ്ങ അഹങ്കാരം നിറഞ്ഞ ഭൗതിക ശരീരത്തെയും അതിലൊഴിക്കുന്ന നെയ്യ് ജീവാത്മാവിനെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. പാല് കടഞ്ഞ് ശുദ്ധീകരിച്ചെടുക്കുന്ന നെയ്യ് തേങ്ങയിൽ നിറയ്ക്കുന്നതിലൂടെ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുദ്ധീകരിച്ച് ജീവാത്മാവിനെ നിറയ്ക്കുന്നതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. തേങ്ങയിലുള്ള നെയ്യ് ഭഗവാന് നെയ്യഭിഷേകത്തിന് ഉപയോഗിക്കുന്നതിലൂടെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന മോക്ഷസങ്കല്പത്തിന്റെ പ്രകടമായ അനുഭവ സാക്ഷ്യമാണ്. 18ാം പടി കയറുന്നതിന് മുമ്പ് പടിയുടെ ഇടതും വലതും തേങ്ങയുടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. 18ാം പടിയിലെ ആദ്യ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളെയും അടുത്ത 8 പടികൾ അഷ്ടരാഗ അഥവാ 8 വികാരങ്ങളെയും അടുത്ത 3 പടികൾ സത്വ രജ തമസ് അഥവാ ത്രിഗുണങ്ങളെയും അവസാനത്തെ 2 പടികൾ വിദ്യ അവിദ്യ അഥവാ അറിവിന്റെയും അജ്ഞതയുടെയും പ്രതീകങ്ങളാണ്. 18ാം പടി കയറുന്നതിലൂടെ ഓരോ അയ്യപ്പസ്വാമിയും ജീവിതത്തിലെ ഭൗതിക ഭാവങ്ങൾ വെടിഞ്ഞ് പരിശുദ്ധമായ ആധ്യാത്മിക തലത്തിലേക്ക് ഉയരാനുള്ള ശ്രമമാണ്. തേങ്ങയുടച്ച ശേഷം ഓരോ പടിയും തൊട്ട് നെറുകയിൽ വെച്ച് 18ാം പടി കയറി സ്വാമി അയ്യപ്പന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച ശേഷം മുകളിലുള്ള മാളികപ്പുറത്തമ്മയെയും തൊഴുതു മടങ്ങുന്നതോടെ ഈ വർഷത്തെ ശബരിമല ദർശനം പൂർണ്ണമാകുന്നു. ശബരിമല ദർശനം വെറും അയ്യപ്പനെ തൊഴുത് മടങ്ങൽ മാത്രമല്ല, 41 ദിവസം നീളുന്ന മണ്ഡലകാലം മുഴുവൻ സ്വയം നവീകരിക്കുന്ന ആധ്യാത്മിക യാത്രയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയുടെ താഴെ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.